പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു കുഞ്ഞ് ഡെയിലി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇത് ചിത്തിര ആയതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ ദിവസം ആണല്ലോ, അപ്പോൾ പൂവൊക്കെ ഇടണം. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഏറ്റവും ഒന്ന് ഫ്രഷായി പല്ലൊക്കെ തേച്ച് കുളിപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് ജനലൊക്കെ ഒന്ന് തുറന്നിടാമെന്ന് വിചാരിച്ചു. നോക്കിയിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിടാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ റൂമിൻ്റെ കോലം ഇങ്ങനെയാണ്. ഉറങ്ങണേറ്റ് കഴിഞ്ഞാൽ ഉണ്ണിയുടെ ബെഡും എൻ്റെ ബെഡ്ഷീറ്റും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണം. അതാണ് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. നമ്മുടെ സീ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് വയ്ക്കണം. ഞാൻ പിന്നെ ഇപ്പോൾ പുതപ്പ് ആണ് യൂസ് ചെയ്യുക, ബെഡ്ഷീറ്റാണ് പുതപ്പായിട്ട് യൂസ് ചെയ്യാറ് കേട്ടോ. കാരണം എനിക്കിപ്പോൾ നമുക്ക് അധികം വെയിറ്റ് പൊന്തിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കഴുകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റ് ആകുമ്പോൾ വലിയ റിസ്ക് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ബെഡ്ഷീറ്റാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബെഡ്റൂമൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. മോനെ പാല് കൊടുത്ത് ഉറക്കി കിടത്തി. ഇനി ഞാൻ പോയിട്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കും. 1 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കും കേട്ടോ. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ വലിയ പ്രശ്നം, ഞാൻ നീറ്റ ടൈമിൽ കുറച്ച് വെയിലൊക്കെ ഉള്ള പോലെ കണ്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്ട്ടോ. അങ്ങനെ പിന്നെ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അടിച്ചു വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുള്ള പൂവ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ ഒന്ന് കൈ കൊണ്ട് എടുത്ത് മാറ്റി കോരിയിലേക്ക് മാറ്റിയിടാമെന്ന് കരുതി. ബബിളും ആ സമയത്ത് നീറ്റ് വന്നിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അവളും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ബബിളും കൂടിയിട്ട് നമ്മൾ ചാണകം പോയി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒറ്റ വാശി. അപ്പോൾ പിന്നെ ഞാൻ ഓക്കെ എന്നുള്ളതിൽ ഇതാക്കിയപ്പോൾ തരി എടുത്തത്. പിന്നെ ഞാനതിൽ നിന്ന്
കുറച്ചധികം വെച്ചാൽ കുറച്ചുകൂടെ കൂടുതലെടുത്തിട്ട് അവിടെ എന്താ പറയുക മെഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, പൂക്കളിടാൻ വേണ്ടിയിട്ട്. ഞാനതിൽ നിന്ന് കുറച്ചധികം എടുത്തിട്ട് ഞാനും ബബിളും കൂടിയിട്ട് നേരെ അത് മെഴുകാൻ പോയി. ഇതിൻ്റെ ഇടയിൽ ഉണ്ണിക്ക് വെള്ളം വെച്ച് അവനെ കുളിപ്പിക്കുന്ന കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ എന്നിട്ട് ഉണ്ണീനെ കുളിപ്പിച്ച് കൊടുന്ന് ഇങ്ങനെ ഇരുത്തിയേക്കാണ് കേട്ടോ. ഞങ്ങൾ 3 ആളും കൂടിയിട്ടാണ് പൂക്കളിടാൻ പോണേ, ഞാനും വിനും ബബിളും കൂടിയിട്ട് കേട്ടോ. അപ്പോൾ വീനൊന്ന് പുതിയ ടെക്നിക്സൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനും ബബിളും കൂടിയിട്ട് പൂ പറക്കാൻ പോവാണ്. ഇത് സെൻറ്ററിൽ വെക്കാമെന്ന് കരുതി. ഇത് സെന്ററിൽ വയ്ക്കാം. അതിൻ്റെ അടിഭാഗം ലെഫ്റ്റ്. എയർപോർട്ടിൽ പോകാനല്ല വീട്ടിലിരിക്കണോ കേട്ടോ. ഇന്ന് രാത്രി അച്ഛനെ കൊണ്ടുവരാൻ വരുന്ന സന്തോഷത്തിലാണ് ബബ്ലു കേട്ടോ. ഞാനും ആ ഒരു സന്തോഷത്തിലാണ് വിഷ്ണു വരുന്നത്. ഓരോ ദിവസം നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞ് പൂക്കളം ഡിസൈൻ ആക്കിയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ, നമ്മളെ മനസ്സിൽ തോന്നുന്ന ഓരോ രീതിയിൽ. അപ്പോൾ വിനുവിന് ഇന്ന് തോന്നി ഇങ്ങനെ ബോർഡറൊക്കെ വരച്ച് അതിൻ്റെ ഉള്ളിൽ വൈറ്റ് കളറുള്ള പൂവൊക്കെ ഇട്ട് അങ്ങനെ സെറ്റ് ചെയ്യാന്നാണ്. ഇന്ന് ബബ്ലുവിന് വൈറ്റമിൻ്റെ മരുന്ന് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വേണം അതിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ സ്പീഡാക്കിയിട്ടാണ് നമ്മൾ ഇടൽ. അവനിവിടെ ഇട്ട് വരുന്നുണ്ട്. അമ്മ ഉണ്ണിക്ക് പാല് കൊടുക്കാൻ പറയുകയാണ് പോകുമ്പത്തിന്. അങ്ങനെ നമ്മൾ പൂക്കളിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡ്രസ്സ് മാറി ഞാനും ബബ്ലും കൂടിയിട്ട് ഓട്ടോ ഒക്കെ വിളിച്ച് പോവാണ്. എന്തുണ്ടായി വെച്ചാൽ ഓട്ടോ ഒന്ന് ഇടിക്കുകയൊക്കെ ചെയ്തിട്ടാ. വേറൊരു വണ്ടി വന്നിട്ട് ഓട്ടോയുടെ മുകളിൽ ഇടിച്ചിട്ട് ആ ഇടിച്ച വണ്ടി എന്ന് പറഞ്ഞൊരു ചേച്ചി ഒരു കുട്ടിയായിരുന്നു. അവരുടെ കൈയും കാലൊക്കെ മുറിയൊക്കെ ആയി. നമ്മൾ പോയ ഓട്ടോയുടെ ആ ഒരു കയറുന്ന ഭാഗം ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കാലിന് ജസ്റ്റ് ഒരു ഫോഴ്സിൽ ആ ഇടിയിൽ ഒരു ചെറിയ പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേദന ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വൈറ്റമിനൊക്കെ കൊടുത്ത് നമ്മൾ വീട്ടിലെത്തി. നമ്മൾ ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്മ ബബ്ലുവിനൊരു ദോശ ഉണ്ടാക്കി കൊടുത്തു. അവളതിരുന്ന് കഴിക്കുന്നുണ്ട്. ഞാനപ്പോൾ
ചൂടോടെ എനിക്കുള്ള ഒരു ദോശ ഉണ്ടാക്കി, അതുപോലെ തന്നെ പാല് കാച്ചിയിട്ട് കുറച്ച് പാല് മാറ്റി വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചായയും ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ദോശയ്ക്കുള്ള സാമ്പാറുണ്ടായിരുന്നു. സാമ്പാറും ദോശ എടുത്ത് ഭക്ഷണം കഴിക്കാൻ പോവാണ്. മോനെ പോയി നോക്കുമ്പോൾ അവൻ നല്ല ഉറക്കം തന്നെയാണ്. അപ്പോൾ നേരെ ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ഭാഗത്തിരിക്കാൻ. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ചായയും അതുപോലെ തന്നെ ദോശയൊക്കെ ഇങ്ങനെ വെല്ല കഴിച്ചു. പക്ഷെ പെട്ടെന്നാണ് കഴിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ വായ തുറക്കാൻ പറ്റാത്തത് മനസ്സിലാക്കിയതല്ല. 3 ദിവസമായിട്ട് എനിക്ക് പല്ലുവേദനയാണ് ഗൈസ്. തീരെ അനക്കാൻ വയ്യ, വായ തുറക്കാൻ വയ്യ. വിസ്ഡം ടൂത്ത് കംപ്ലൈൻ്റ് ആണ്, അതാണ് പ്രശ്നം. അപ്പം ഞാൻ ഇന്നെന്തായാലും ഡോക്ടറെ അടുത്ത് പോകാൻ നിൽക്കുകയാണ്. ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ പോയിട്ടാണ്. പിന്നെ ഞാനും ബബിളും കൂടിയിട്ട് എൻ്റെ പല്ല് കാണിക്കാൻ വേണ്ടി പോകാൻ വെച്ചിട്ടാണ്. എങ്ങനോ ഒരു ഇതിൽ ഭക്ഷണം കഴിച്ച് നീക്കുന്നുണ്ടെന്ന് മാത്രം. പിന്നെ ഡോക്ടർ ഇപ്പോൾ ശരിക്കും കൺസൾട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വലിയ പ്രശ്നമില്ല, നല്ല പ്രശ്നമുണ്ട്. ആ പല്ല് എടുത്ത് മാറ്റണം, സർജറി ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സർജനെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഒന്നും 6 മാസത്തിൽ, അല്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പം തന്നെ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയും പ്രശ്നമാണ് അത്. ബാക്കി ഭാഗത്തേക്കൊക്കെ പെയിൻ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് ഇതാക്കുമ്പോഴത്തേനും വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ ആയിട്ടിട്ടാണ്. അപ്പോൾ വല്യമ്മ ഞാൻ 2 മാക്സി ഓണത്തിന് വേണ്ടിയിട്ട് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാക്സിയാണല്ലോ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ മാക്സിയാണ് മേടിച്ചത് 2 അപ്പോൾ അത് കൊടുന്നതാണ് വല്യമ്മ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷം. ഞാൻ പോവുകയാണ് കേട്ടോ. ഡ്രസ്സൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോവുകയാണ്. ഉണ്ണി അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാനും ബബിളും അപ്പൂസും കൂടിയിട്ടാണ് പോണത്. ഞങ്ങളവിടെ കൊണ്ടുപോയി ആക്കി തരും. ഞാനും ബബിളും കൂടിയിട്ട് അവിടെ ഇരിക്കുക വെച്ചിട്ടാണ്. അമ്മയ്ക്ക് ഉണ്ണീനെയും 2 കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടറൊക്കെ കണ്ട് ഞങ്ങൾ റിട്ടേൺ വന്നപ്പോൾ ഉണ്ണി ഭയങ്കര കളിയാണ് കേട്ടോ. കുറച്ച് നേരം കരഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ അമ്മ പാലൊക്കെ കലക്കി കൊടുത്തു, ലാക്ടോജൻ കലക്കി കൊടുത്തു, അങ്ങനെ കുടിച്ചു. ആ കാര്യത്തിലൊരു തീരുമാനമായി മക്കളെ. ഇവിടുത്തെ പല്ല് എന്തോ എടുത്ത് കളയണം എന്നാണ് പറയുന്നത്. വിസ്ഡം ടൂത്ത് അത് നല്ല പ്രശ്നമാണ്, കേടാന്നാണ് പറയണത്. അടിയിലേക്കുണ്ട്, അടിയിലത്തെ ഇപ്പോൾ എടുത്ത് കളഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ ഭാവിയിൽ അതും പ്രശ്നമാവും എന്ന് പറഞ്ഞു. എന്തായാലും വിഷ്ണു വരട്ടെ, വിഷ്ണു നാളെ വരും. അപ്പോൾ അടുത്ത വ്ളോഗ് അതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഡ്രസ്സ് അലക്കിയിട്ടാണ് ഞാൻ ഡോക്ടറെ അടുത്ത് പോയത്. ഡോക്ടറെ അടുത്ത് പോയി വന്നു. ഇനി ഡ്രസ്സ് തോരടാം, പിന്നെ എന്തൊക്കെ എടുക്കുക. ഇന്നത്തെ ദിവസം അങ്ങനെ. പിന്നെ വൈകുന്നേരത്തെ ടീയും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ നൈറ്റ് ഉണ്ണിയുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, ബോട്ടിൽസ് ക്ലീൻ ചെയ്യുക, അതൊക്കെയാണ് ഇന്നത്തെ മെയിൻ. വേദനയാണ് ഗൈസ്, നല്ല വേദനയുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ ചോറ് കഴിക്കാൻ പോവാണ്.
അപ്പോൾ ചോറിലേക്ക് കഴിഞ്ഞ ദിവസത്തെ മീൻ കൂട്ടാനും അതുപോലെ തന്നെ കായയുടെ തൊലി അരിഞ്ഞിട്ടുള്ള ഉപ്പേരിൽ അതും എന്താ പറയുക കറി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ കൂട്ടാനും എടുത്തിട്ട് നേരെ പോയി ഫുഡ് അടിക്കാൻ. ഇത് കഴിഞ്ഞിട്ട് വേണം ഉപ്പ് വെള്ളം ഗാർഗിൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയാക്കി വെച്ചു. കഴിഞ്ഞ് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ബബ്ലുവിന് നല്ല ചുമയാണ് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ നന്നായിട്ട് കഫക്കെട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു കുറച്ച് തുളസിയും കുറച്ച് കഞ്ഞിക്കൂർക്കയും പനിക്കൂർക്ക എന്നൊക്കെ പറയില്ലേ, അതും എടുത്തിട്ട് നന്നായി വാട്ടിയിട്ട് എന്താ പറയുക മരുന്ന് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക. അതിൻ്റെ നീരെടുത്തിട്ട് അവൾക്ക് കൊടുക്കുക വെച്ചിട്ടാണ്. അപ്പോൾ നന്നായി കുറവുണ്ടാവും എന്ന് പറഞ്ഞു അമ്മ. അപ്പോൾ പിന്നെ അത് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കൈ വെക്കുന്നതില് അങ്ങനെ ബബ്ലുവിന് ഞാൻ ഇതേ മരുന്ന് കൊടുത്തു. അവൾ നല്ല കുട്ടിയായിട്ട് അത് കുടിച്ച് തീർത്തു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കണില്ല. പിന്നെ ഞാനത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സാക്കി അപ്പോൾ അതേ മോനൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ പറയുക, രാത്രി ഉണ്ണിയുടെ ഫീഡിങ് ബോട്ടിലും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും, സ്റ്റെറിലൈസ് ചെയ്ത് വെക്കും, അവനെ ഫീഡ് ചെയ്യും, ഭക്ഷണം കഴിക്കും. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ വല്യമ്മയും ഇന്ന് കുറച്ച് കഴിയുമ്പോൾ വല്യമ്മയും പോയി. അത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.